കലോത്സവ വേദിയിൽ ഈ പോലീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ മത്സരാർത്ഥികൾക്കുമൊക്കെ ഭക്ഷണവും അതുപോലെ തന്നെ പഴം ലഘു ഭക്ഷണവും വെള്ളവും ചായയും ഒക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അവിടെ മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം തന്നെ മുകേഷ് എം.എൽ.എയും ആ സ്ഥലം സന്ദർശിക്കാനെത്തിയതാണ്. മിനിസ്റ്റർ, പോലീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിനൊരു സങ്കല്പമുണ്ട്. ശരിയായിട്ടുള്ള സങ്കല്പമുണ്ട്, തെറ്റായിട്ടുള്ള സങ്കല്പമുണ്ട്. ദുരന്ത കാലഘട്ടത്തിലും ക്രമസമാധാന രംഗത്തും വളരെയേറെ സേവനങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണ രംഗത്താണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അന്വേഷണ വിഭാഗമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഉത്സവ കാലഘട്ടത്തിൽ ജനങ്ങളോടൊപ്പം എന്നുള്ളതാണ് ഇവിടെ സൗജന്യമായി ചായയും പലഹാരങ്ങളും ഒക്കെ തന്നെ കലാമത്സരത്തിൽ വരുന്ന കുട്ടികൾക്കും നാട്ടുകാർക്കും രക്ഷകർത്താക്കൾക്കും എല്ലാവർക്കും നൽകിക്കൊണ്ട് ഒരു പുതിയ മാതൃക കേരള പോലീസ് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പറയാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ പോലീസിനെതിരെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കുന്ന ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ കൂടി കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും വളരെ മാതൃകാപരമാണ്. പൊതുവിൽ കൊല്ലത്ത് നോക്കുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ DYFI, SFI, അതുപോലെ ഫയർഫോഴ്സ് അസോസിയേഷൻ, അങ്ങനെ നിരവധി സംഘടനകൾ സൗജന്യമായിട്ടുള്ള ഈ സേവനം നടത്തിവരുന്നു. ഇതെല്ലാം ഒരു പുതിയ അനുഭവമാണ് നമ്മുടെ സമൂഹത്തിൽ. തീർച്ചയായിട്ടും ഒരു നവകേരള സൃഷ്ടിക്കായി ഉള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണ് ഈ സൗജന്യമായിട്ടുള്ള സേവനങ്ങളും മറ്റു കാര്യങ്ങളും. എന്തായാലും കേരള പോലീസിൻ്റെ ഓഫീസേഴ്സ് അസോസിയേഷൻ അങ്ങേറ്റം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഈ കലോത്സവം നടത്തി തീർക്കുന്നതിൽ ആശങ്ക ഈ ഇവിടുത്തെ MLA കൂടിയായ മുകേഷ് തന്നെയാണ്. അത് അദ്ദേഹം ഉദ്ഘാടന വേദിയിൽ പറയുകയും ചെയ്തു. ആ ആശങ്ക നീങ്ങിയതിൻ്റെ സന്തോഷം ഇപ്പോൾ മുഖത്തുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ സേവനവുമായി കുട്ടികൾക്ക് അത് ഇവിടെ എത്തുന്നവർക്കുമൊക്കെ ഇത്തരം സേവനങ്ങൾ നൽകുന്നു? നേരത്തെ ഉണ്ടായിരുന്ന ആശങ്കകളൊക്കെ മാറിക്കഴിഞ്ഞോ? ആശങ്കകളൊക്കെ ആദ്യത്തെ ദിവസം തന്നെ മാറി. കാര്യം ഒരു പൊതുസമ്മേളനത്തിന് അതിന് ശേഷം കലാപരിപാടികൾ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, കലാമത്സരങ്ങൾ. എന്നാലും ഒരു പൊതുസമ്മേളനത്തിന് ഇത്രയേറെ ജനങ്ങൾ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സുകൊണ്ട് ഈ മേളയ്ക്ക് വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളുമാണ് നമ്മൾ കണ്ടത്. പിന്നെ പോലീസിൻ്റെ എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട്, കുറച്ച് കൊല്ലങ്ങൾ ആയിട്ട് വിപ്ലവകരമായ മാറ്റം കേരളത്തിൽ വന്നത് പോലീസിൻ്റെ ഭാഗത്താണ്. ഒരുപക്ഷെ ഒരു 25 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു പവലിയൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ മാത്രം ആൾ കാണത്തില്ല. പക്ഷേ ഇപ്പം നമ്മൾ വരുമ്പം സാധാരണ കുട്ടികൾ വരെ ഇങ്ങനെ പഴം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഒരു കുട്ടിയെടുത്ത് പറയുകയും ചെയ്തു, പഴം കണ്ടപ്പോൾ ആളിനെ മറന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. എല്ലാ വേദികളിലും അതിഗംഭീരമായിട്ടുള്ള തിരക്കാണ്. ഏറ്റവും വലിയ തിരക്ക് എനിക്ക് തോന്നുന്നത് പഴയിടത്തിൻ്റെ സ്ഥലത്താണെന്ന് തോന്നുന്നു. എല്ലാവരും വളരെ തൃപ്തിയോടെ സന്തോഷത്തോടെയാണ് അവിടെ വരുന്നതും പോകുന്നതും എല്ലാം. അപ്പോൾ ഇതുവരെ ഈ നിമിഷം വരെ കൊല്ലത്തിൻ്റെ അവിസ്മരണീയമായ ഒരു കലോത്സവം തന്നെയാണ്. എന്തായാലും ഈ പല സന്നദ്ധ സംഘടനകളും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇത്തരത്തിൽ ഇവിടെ എത്തുന്ന കലോത്സവം കാണാനും ഒപ്പം തന്നെ മത്സരിക്കാനുമായി എത്തുന്ന ആളുകൾക്ക് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കിയത് കൊണ്ട് തന്നെ ഒരു വലിയ ആശങ്കയോ ആകുലതയോ ഇല്ലാതെ, ഒരു വിഷമവുമില്ലാതെ കലോത്സവം ആസ്വദിച്ചു പോകാനും മത്സരത്തിൽ പങ്കെടുത്തു പോകാനും വിദ്യാർത്ഥികൾക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. വിജിൻ വായാന്തൂർ, കൈരളി ന്യൂസ്.